പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ യാത്രയെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ മിക്കവാറുമല്ല മാധ്യമങ്ങളിലും എവിടെയും കാണുന്ന ഒരു വാർത്തയാണ് VS അച്യുതാനന്ദന്റെ വിയോഗം. ഹിന്ദു പത്രത്തിലെ എല്ലാ എഡിഷനിലും ഫ്രണ്ട് പേജ് വന്നിട്ടുള്ള രണ്ട് വാർത്തകൾ, ഒന്ന് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വിയോഗം, മറ്റൊന്ന് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗ്ദീപ് ധങ്കറിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാജി. ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ജഗ്ദീപ് ധങ്കർ റിസൈൻ ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ രാജിവെച്ചു. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു, അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗ്ദീപ് ധങ്കർ രാജിവെച്ച കാര്യം. കാരണം വൈകുന്നേരം വരെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി തന്റെ രാജി അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 21 ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് എന്ത് കാരണത്താലാണ്? ആരോഗ്യപരമായ കാരണങ്ങൾ. അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാജിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം. കാരണം ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്ന അദ്ദേഹം ഇനിയും 2 വർഷം കൂടി വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ അവസരമുണ്ടായിട്ട് പോലും അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. ഏത് വർഷത്തിലാണ് ജഗ്ദീപ് ധങ്കർ 14ാമത് ഉപരാഷ്ട്രപതിയായത്? 2022 ഓഗസ്റ്റ്, അതായത് ഇപ്പോൾ കേവലം 3 വർഷം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും 2 വർഷം കൂടി സേവനം നൽകാൻ അവസരമുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ്, 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ ജഗ്ദീപ് ധങ്കർ രാജിവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ 2025 ജൂലൈ 21 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A. ആർട്ടിക്കിൾ 67A പ്രകാരമാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധങ്കർ ഇന്നലെ രാജിവെച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 67 പ്രകാരമാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 68 ആണെങ്കിൽ വൈസ് പ്രസിഡന്റിന് വേണ്ടിയുള്ള ആ ഒരു സ്ഥാനത്തേക്കുള്ള വേക്കൻസി ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ആർട്ടിക്കിൾ 68. ആർട്ടിക്കിൾ 69 ആണെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 69. ആർട്ടിക്കിൾ 69 വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭാഗമായിട്ടുള്ള ഒന്നാണ്. 67A പ്രകാരമാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധങ്കർ ഇന്നലെ ജൂലൈ 21 രാജിവെച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 67A. ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ജഗ്ദീപ് ധങ്കർ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? പശ്ചിമ ബംഗാൾ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ ആയിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പശ്ചിമ ബംഗാളിന്റെ നിലവിലെ ഗവർണർ ആരാണ്? ഡോക്ടർ CV ആനന്ദ് ബോസ്. ഇപ്പോഴത്തെ കറണ്ട് ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ ആണ് ഡോക്ടർ CV ആനന്ദ് ബോസ്. ഇദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് VS അച്യുതാനന്ദൻ ഫോർമർ കേരള ചീഫ് മിനിസ്റ്റർ ആൻഡ് CPIM ഐക്കൺ ഡൈസ് അറ്റ് 101. മുൻ കേരള മുഖ്യമന്ത്രിയും CPIM ഐക്കണുമായ VS അച്യുതാനന്ദൻ 101 വയസ്സിൽ അന്തരിച്ചു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നറിയപ്പെടുന്ന VS അച്യുതാനന്ദൻ ഇന്നലെ 101ാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹം അന്തരിച്ചത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ 11ാമത് മുഖ്യമന്ത്രിയുടെ പേര് VS അച്യുതാനന്ദൻ. കേരളത്തിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 10ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിൽ കേരളത്തിന്റെ 12ാമത്തെ മുഖ്യമന്ത്രിയാണ്. ജൂലൈ 21 ഇന്നലെയാണ് അദ്ദേഹം അന്തരിച്ചത്. മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, അതുപോലെ തന്നെ ഇന്ന് മാധ്യമങ്ങളിലും എല്ലാ TVയിലും എടുത്തു കാണിക്കുന്ന, അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് VS അച്യുതാനന്ദന്റെ വിയോഗത്തെക്കുറിച്ചും. 82ാം വയസ്സിൽ ചുമതലയേറ്റ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. 82 വയസ്സും 7 മാസം ഉള്ളപ്പോഴാണ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 2006 മെയ് 18 ഏത് നിയമസഭയിൽ നിന്നാണ് VS അച്യുതാനന്ദൻ തിരഞ്ഞെടുക്കപ്പെടുകയും കേരള മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തത്? മലമ്പുഴ.
VS അച്യുതാനന്ദൻ 10 പ്രാവശ്യമാണ് MLA ആയിട്ട് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹം മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ചിട്ടുള്ളത് 1965 അമ്പലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. അന്ന് അദ്ദേഹം പരാജയപ്പെട്ടു. 2327 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത്. 4 പ്രാവശ്യം അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. ഇതിൽ 2 പ്രാവശ്യം അദ്ദേഹം വിജയിച്ചു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നെ മാരാരിക്കുളത്താണ് 2 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. അതിൽ 1 പ്രാവശ്യം വിജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു. 2001 മുതൽ അദ്ദേഹം മലമ്പുഴയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. മലമ്പുഴയിൽ 4 പ്രാവശ്യം മത്സരിച്ചു. ഈ 4 പ്രാവശ്യം അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2016 ഏറ്റവും കൂടുതൽ മാർജിനിൽ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. 27,142 വോട്ടിന്റെ മാർജിനിലാണ് 2016 മലമ്പുഴയിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എത്ര വർഷം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചു? 15 വർഷം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ 15 വർഷമാണ് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. എന്നാൽ ചില പത്രങ്ങളിൽ അത് 14 വർഷം എന്നും കാണിക്കുന്നുണ്ട്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഓപ്പോസിഷൻ ലീഡർ ആയിട്ട് 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എത്ര തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു? 7 തവണ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. 10 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചിരുന്നു. അതിൽ 7 പ്രാവശ്യം അദ്ദേഹം വിജയിച്ചു. ആദ്യത്തെ 4 പ്രാവശ്യം മത്സരിച്ചിട്ടുള്ളത് അമ്പലപ്പുഴയിൽ നിന്നാണെങ്കിൽ പിന്നീട് 2 പ്രാവശ്യം മത്സരിച്ചത് മാരാരിക്കുളം ആണ്. മാരാരിക്കുളം ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. അതിനുശേഷം പിന്നെ മലമ്പുഴയിലാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത് 4 പ്രാവശ്യം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് ടു ബി ലോഞ്ച്ഡ് ഓൺ July 30 ISRO. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹം ജൂലൈ 30 വിക്ഷേപിക്കും ISRO. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ISROയുടെ ഒരു അനൗൺസ്മെന്റ് ആണ്. ഈ വരാൻ പോകുന്ന ജൂലൈ 30 നാസയും ISRO സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നിസാർ എന്ന സാറ്റലൈറ്റ് അതിന്റെ വിക്ഷേപണം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും സംയുക്തമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? നിസാർ. നിസാർ എന്ന ഒരു ഉപഗ്രഹമാണ് നാസ, അതായത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, ISROയും ഒരുമിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ്. നിസാർ എന്നതിന്റെ ഫുൾ ഫോം ആണ് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. 2025 ജൂലൈ 30 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന നിസാർ ഉപഗ്രഹം ഏത് ബഹിരാകാശ നിലയത്തിൽ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ആന്ധ്രാപ്രദേശിലെ ഒരു സ്പേസ് സെന്റർ ആണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ് ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇവിടെ നിന്നാണ് ജൂലൈ 30 നിസാർ എന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. 743 കിലോമീറ്റർ സൂര്യ സിൻക്രോണസ് ഭ്രമണപഥത്തിലേക്ക് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹം സ്ഥാപിക്കാൻ ഏത് ബഹിരാകാശ വിക്ഷേപണ വാഹനം ഉപയോഗിക്കും? GSLV F-16 റോക്കറ്റ്. ജിയോ സ്റ്റേഷനറി ലോഞ്ചിങ് വെഹിക്കിൾ F-16 എന്ന് പറയുന്ന റോക്കറ്റ് ആണ് 743 കിലോമീറ്റർ അകലെയുള്ള സൂര്യനെ ചുറ്റുന്ന ആ ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ എത്തിക്കുന്ന വാഹനമാണ് GSLV F-16 റോക്കറ്റ്. നാസയുടെയും ഇസ്രോയുടെയും ആദ്യ സംയുക്ത ഉപഗ്രഹമായ നിസാർ ഉപഗ്രഹത്തിന്റെ ഭാരം എത്രയാണ്? 2392 കിലോഗ്രാം. ഇത്രയും ഭാരമുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന് പറയുന്ന സാറ്റലൈറ്റ്. 2392 കിലോഗ്രാം ആണ് നിസാർ എന്ന സാറ്റലൈറ്റ് 743 കിലോമീറ്റർ മുകളിലുള്ള ആ ഒരു ഭ്രമണപഥത്തിലേക്ക് GSLV F-16 എന്ന റോക്കറ്റ് എത്തിക്കാൻ പോകുന്നത്. ഇസ്രോയുടെയും നാസയുടെയും ഏത് ഉപഗ്രഹത്തിന് ഭൂവികലത, മഞ്ഞുപാളികളുടെ ചലനം, സസ്യജാലങ്ങളുടെ ചലനാത്മക എന്നിവയിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ കഴിയും? നിസാർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നിസാർ. ഇത് നാസയും ISROയും തമ്മിൽ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സാറ്റലൈറ്റിന് മഞ്ഞുപാളികളിലെ ആ ഒരു ചെറിയൊരു മാറ്റങ്ങളും അതുപോലെ തന്നെ സസ്യജാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന് പറയുന്ന സാറ്റലൈറ്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ബീഹാർ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഹാവ് ഫ്യൂവർ ദാൻ 1200 electors അക്രോസ് പോളിംഗ് സ്റ്റേഷൻ.
പോളിംഗ് സ്റ്റേഷനുകളിൽ 1200 താഴെ വോട്ടർമാരുടെ ആദ്യ സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ്. അതായത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും വളരെ കുറച്ച് പേർ, അതായത് 1200 പേര് മാത്രം ഒതുങ്ങുന്ന രീതിയിലുള്ള പോളിംഗ് സ്റ്റേഷൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ബീഹാർ ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 1200 താഴെ വോട്ടർമാരുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഉള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ബീഹാർ. അതായത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1500 പേരായിരുന്നു. എന്നാൽ അതിനെ കുറച്ചുകൊണ്ട് 1200, അതും എല്ലാ പോളിംഗ് സ്റ്റേഷനിലും 1200 എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ നീണ്ട ക്യൂ തടയാൻ ബീഹാറിൽ എത്ര പോളിംഗ് സ്റ്റേഷനുകൾ ചേർത്തു? 12,817. അതായത് 1500 പേരിൽ നിന്ന് 1200 എന്ന ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി 12,817 പുതിയ പോളിംഗ് സ്റ്റേഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബീഹാറിൽ പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ചേർത്ത ശേഷം ബീഹാറിലെ ആകെ പോളിംഗ് സ്റ്റേഷനുകൾ എത്രയായിരിക്കും? 90,712 പോളിംഗ് സ്റ്റേഷൻ. 12,817 സ്റ്റേഷൻസ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബീഹാറിലെ ടോട്ടൽ പോളിംഗ് സ്റ്റേഷൻസ് ആണ് 90,712. ഏതാണ്ട് 7 കോടി കടുത്തു വരുന്ന നമ്പേഴ്സ് ആണ്. അത്രയും വോട്ടർമാരുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ 1200 പേർ അടങ്ങുന്ന ഒരു പോളിംഗ് സ്റ്റേഷൻസ് എന്ന ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഇന്ത്യ ടു ഹോസ്റ്റ് ചെസ് വേൾഡ് കപ്പ്. ചെസ് ലോകകപ്പിന് ഇന്ത്യ ആതിഥ്യം വഹിക്കും. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 30 മുതൽ നവംബർ 27 വരെ ഏത് രാജ്യമാണ് ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്? ഇന്ത്യ. ഇന്ത്യയാണ് ഒക്ടോബർ 30 മുതൽ നവംബർ 27 വരെ ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനായ ഫിഡെയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? എമിൽ സുട്ടോസ്കി. ഫിഡെ എന്ന ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഇതിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഇറ്റാലിയൻ സ്വദേശിയായിട്ടുള്ള എമിൽ സുട്ടോസ്കി. ഇദ്ദേഹം ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനായ ഫിഡെയുടെ ആസ്ഥാനം എവിടെയാണ്? ലൊസാൻ, സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ലൊസാനെ. ഇവിടെയാണ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ്റെ ആസ്ഥാനം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.